എൻ്റെ ട്രാവൽ വീഡിയോ ഇച്ചിരി കൂടെ ഒരു സിനിമാറ്റിക് മോഡ് ആക്കാൻ അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ നമുക്ക് എടുത്തുകൂടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കമൻസിൽ അങ്ങനെ ഒരുപാട് സജഷൻ കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ക്യാമറ എടുക്കാനായിട്ട് പ്ലാനിലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നല്ലൊരു ഗിംബലുള്ള ഒരു ക്യാമറ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ റെഫർ ചെയ്തെടുത്താൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ക്യാമറ മേടിക്കാൻ ഞാൻ പോകുന്നത്. എൻ്റെ യൂട്യൂബ് കോണ്ടന്റിന് അത് ബെസ്റ്റാണെന്ന് തോന്നി. അപ്പോൾ ആ ഗാഗേഴ്സിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഷോപ്പും അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അൺബോക്സിങ്ങും എല്ലാം നമുക്ക് ഈ വീഡിയോ കാണാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോണിൻ്റെ 15 Pro Max ആണ്. അതുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് നമുക്ക് നല്ല ഷോർട്സുകൾ എടുക്കാൻ പറ്റും. ഒന്നും പറ്റുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും അല്ലെങ്കിൽ തന്നെ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ചൂടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അത് കാരണം നമ്മളെ പല വീഡിയോകൾക്കും ചെറിയ കംപ്രഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനൊരു പുതിയ ഒരു ക്യാമറ നോക്കാൻ പ്ലാൻ ചെയ്തത്. എൻ്റെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലും ട്രാവലും അതിലെ ഫുഡ് റിവ്യൂവും ബേസ്ഡ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻഡോർ ഷോട്ടുകളൊക്കെ എടുക്കാണ്ട് വരും. ഇൻഡോർ ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഐഫോണിന് വേണ്ടത്ര ലൈറ്റ് എക്സ്പോഷർ കുറവാണ് നൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് DG പോക്കറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ DGയുടെ ആക്ഷൻ ക്യാമറ കൊള്ളാം. പക്ഷേ ആക്ഷൻ ക്യാമറ എടുക്കാനായിട്ട് നമ്മൾ അഡ്വഞ്ചർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ ക്യാമറ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഈ ഒരു സിനിമാറ്റിക് മോഡിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു DG പോക്കറ്റ് പ്രോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ എത്തിക്കുന്ന ഈ സീറ്റിലാണ് കേട്ടോ. നമുക്കിവിടെ നോക്കാം. ഇവിടെ അത്യാവശ്യം ഒരുപാട് അക്സസറീസ് ഉണ്ട്. ഫോണെല്ലാം ഉണ്ട് കേട്ടോ. ഏകദേശം എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ക്യാമറാസ് ഒരുപാട് സീരീസ് ഉണ്ട്. DG Osmo Mobile 7 ഉണ്ട്. പോക്കറ്റ് 3 അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതല്ല പോക്കറ്റ് 4 നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പോക്കറ്റ് 4 എടുക്കാൻ ഓക്കെ. 14 സ്റ്റോപ്പ് ഡൈനാമിക് ഉണ്ട് കേട്ടോ. അതിലെ 10x D-Log ആണ്. D-Log M ഉള്ളത് 4P-ലാണ്. 4P നമുക്ക് ഇവിടെ ഉണ്ടോ? അവൈലബിൾ ആണ്. 4P വന്നിട്ടില്ല. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ക്രിയേറ്റർ കോംബോ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള വാങ്ങിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ Osmo 4 സ്വന്തമാക്കിയിരിക്കുകയാണ്. താങ്ക് യു. നമുക്ക് അൺബോക്സ് ചെയ്യാം. ശരി, താങ്ക് യു. (4K 240 FPS) 14 സ്റ്റോപ്പ് ഡൈനാമിക് ആണ്. അതുപോലെ തന്നെ ഇതിൽ 10-bit D-Log ഉണ്ട്. 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ആക്റ്റീവ് ട്രാക്ക് ഉണ്ട് കേട്ടോ. 7.0 ആണ് ആക്റ്റീവ് ട്രാക്ക്. ഇത് ക്രിയേറ്റർ കോംബോ ആണ്. എന്തൊക്കെ സാധനമാണ് നമുക്ക് ഓപ്പൺ ആയി നോക്കാം. Cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' boots and white tee. Designer on my cuff ring, something like a mobile. Country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Artist out the ranch, I just told you that I'm bout it. I might take offense if you tell me that you doubt it. That's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. Who you know, but like this, nobody. Can't go slow, I gotta hit that body. I'm the top of the top, I can't never take a break. Yeah, I'm hot, and you not, that's why all my records bang. Oh, it's been a long, hard road, gotta go home. Yeah, 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 yeah. Oh, and I know you love the way that I'm gon' keep going. Yeah, 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 can't do flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. അപ്പോൾ ഇതാണ് നമ്മുടെ DG Pocket 4 കോംബോ സെറ്റ്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഇത് നമുക്ക് ഓണാക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഓണാവുന്നുണ്ട്. നമുക്ക് ലോ ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സെൽഫിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആണ് ഇത്.
അപ്പോൾ ഇതിൽ സ്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ ഫോണിൽ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളതും ലോ ലൈറ്റ് വർക്കിങ്ങും ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് നമ്മൾ DJI പോക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ലോ ലൈറ്റിൽ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത് iPhone 15 Pro Maxലാണ്. അപ്പോൾ ഇനി അത് നമ്മുടെ DJI പോക്കറ്റ് 4 ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡോറിൽ എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളതും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ മുകളിലോട്ട് നിൽക്കുവാണെങ്കിൽ ഇവിടെ ലാൻഡ്സ്കേപ്പ് 1080p 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പ്രോ മോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്പോഷർ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് എക്സ്പോഷർ ഓട്ടോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ സൈഡിലൊക്കെ എക്സ്പോഷർ എത്ര വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. കളർ ഗ്രേഡിങ് വരുമ്പോൾ 10 ബിറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ നോർമൽ ബിറ്റ് ഇട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ D-Log 10 ബിറ്റ് നമുക്ക് ഇവിടെ ചെയ്യാം. ഓൺലൈൻ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ മൈക്കിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിലോട്ട് കണക്ട് ആവുന്നതാണ്. പിന്നെ ഇതിൽ നമ്മുടെ ആക്ഷൻ മോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫാസ്റ്റ് ഡീഫോൾട്ട് എല്ലാം കൊടുക്കാം. നമുക്ക് ആക്ഷൻ മോഡ് എല്ലാം കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുമ്പോഴുള്ള വിഷ്വല്. ഈ ക്യാമറ ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ പറയുന്നത് 0 to 40 ഡിഗ്രി സെൽഷ്യസ് വരെ അത് അഡാപ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്കിതൊരു ബെസ്റ്റ് ക്യാമറ ആണ് വ്ളോഗിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ ക്യാമറ മേടിക്കുമ്പോഴത്തേക്ക് ഇതിലൊരു വൈഡ് ലെങ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് എത്രത്തോളം വൈഡ് കിട്ടുമെന്ന് നോക്കാം. ഇത് മാഗ്നറ്റിക് ആണ്. ജസ്റ്റ് ഇങ്ങനെ വച്ചുകൊടുത്താൽ മതി. ഇതാണ് വൈഡ് ആംഗിൾ വരുന്നത്. വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അതാണ്, നമുക്ക് വൈഡ് ആംഗിൾ നമുക്ക് അധികം കിട്ടത്തില്ല. നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കാം എങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് iPhone 15 Pro Maxലും ഒന്ന് വന്നിട്ട് നമ്മുടെ DJI പോക്കറ്റിലാണ്. രണ്ടിൻ്റെ ക്ലാരിറ്റി വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ നൈറ്റിൽ നമ്മൾ എടുക്കുന്ന വിഷനാണ് iPhone Pro Max എടുക്കുമ്പോൾ ഔരിട്ട് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ലൈറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. DJI കോംബോയിലാണ് ഉള്ളത്. ഇത് നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓണായി സിമ്പിളാണ്. ഈ ലൈറ്റ് നമുക്ക് ഇന്നും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട് ലൈറ്റുള്ള വീഡിയോ ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് ഉപകാരമുണ്ട്. ഈ ഇരുട്ട് സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ലൈറ്റ് കൊണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പോക്കറ്റ് 4ൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ പോക്കറ്റ് 4 എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം. നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ പറ്റിയത് ഇതായിട്ട് എനിക്ക് തോന്നുന്നു. എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റർ കോംബോ എടുക്കുന്നതാണ് ബെറ്റർ. നമുക്ക് അതിൽ കൂടെ ഒരു മൈക്ക് കിട്ടും. മൈക്ക് ഡയറക്റ്റ് അത് കണക്റ്റ് ആവുന്നതാണ് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരാണോ അവർ വ്ളോഗ് ചെയ്യുന്നത് അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് വിഷ്ണു.